ദിവസം ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എന്തൊരു സമാധാനമായിരുന്നു. ഇനി ഈശ്വര ഇങ്ങോട്ടേക്ക് എന്നെയാണല്ലോ കയറി വരേണ്ടത്. കാണാൻ കൊള്ളാവുന്ന മുഖങ്ങളെങ്ങാൻ അകത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സമാധാനമായിരുന്നു. ഇതിപ്പോൾ മനുവും കൃഷ്ണയും. എൻ്റെ ജീവിതം അവിടെ കടന്ന് നരകിച്ച് മുരടിച്ച് തീരുന്ന എനിക്ക് തോന്നുന്നു. കേറി വന്നപ്പോ തന്നെ നിന്റെ മുഖം അവിടെ കണിയേണ്ടത്. ഇന്നത്തെ ദിവസം പോക്കാം. ഓ, നിന്റെ സമയം നന്നാക്കാൻ വേണ്ടി ഞാനിപ്പോ നീ വരുന്ന സമയത്തൊക്കെ മമിതാ ബച്ചനെ കൊണ്ടിരുത്തരാ അവിടെ. എടാ മമിതാ ബൈജ് ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു പെൺ റിസപ്ഷനിസ്റ്റ് അത് മതി. നിന്റെ പൊന്നളെ, നീ പണിയെടുക്കാൻ തന്നെയാണ് അവിടെ വരുന്നത്. ഞാനിവിടെ പണിയെടുക്കാനല്ല വരുന്നത്. അത് നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്? ഇത് തന്നെയാണ് എല്ലാരും പറയുന്നത് ഇവിടെ. അല്ല, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? സാധാരണ കൃഷ്ണ സാറിന്റെ മുന്നിൽ ഓവർ സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നതാണല്ലോ. അതാണല്ലോ നിന്റെ അജണ്ട. ഇപ്പം എന്ത് പറ്റി? അത് കൃഷ്ണ സാർ ഉള്ളപ്പോൾ ചെയ്താൽ പോരെ. അയാളോടെ പോയി കോൺഫറൻസ് ഡൽഹിയിൽ ഇന്നലെ പോയി. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് സാറ് 2 ദിവസമായാലും ഇവിടെ വന്നിട്ട്. ശരിയാ. എടാ, നിനക്കിത് നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി താമസിച്ചിട്ടില്ല വീടുള്ളിരുന്നു. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. അതിന് നീ ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളൂ. എടാ, കൃഷ്ണ സാർ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനാ? അല്ല, നീയും പോണം. നിന്നെ ഇവിടെ ആരും പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ? എടാ, കീ എൻ്റെ കയ്യിലല്ലേ. ഓഫീസ് അടക്കണേ തുറക്കണ്ടൊക്കെ ഞാനല്ലേ. ഓ, എന്നാ പിന്നെ അടച്ചു പോണോ? അങ്ങനെ പോകാൻ പറ്റിയെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എപ്പോഴാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വല്ലാന്മാരും കയറി വരുമ്പോഴായിരിക്കും ഓഫീസ് അടച്ചിരിക്കുന്നത് കാണുന്നത്. പിന്നെ എൻ്റെ പണിയും പോയി ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും. എടാ, ഇങ്ങനെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല. കാര്യം പറയാം. നീ ഇതൊക്കെ പറയും. നിന്റെ പഞ്ചുരയിലോ കേട്ടിട്ട് ഞാൻ എടുത്തേടി വല്ലതും കാണിച്ചിട്ട് വേണം ഞാൻ വീട്ടിലിരിക്കാൻ. ഒന്ന് പോടാപ്പാ. എടാ, നമുക്കേ ഓഫീസിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞല്ലോ. ബെസ്റ്റ് ഇൻവേർട്ടറൊക്കെ ഉള്ള ഓഫീസാണത്. നമ്മുടെ ഓഫീസിൽ ഇൻവേർട്ടർ ഒക്കെ ഉണ്ടോ? നല്ല ആളോടാണ് ഞാൻ സംസാരിക്കണത്. എടാ, നീ അങ്ങനെ എന്നെ കൊണ്ട് കൊച്ചാക്കണ്ട. എനിക്കൊരു ഐഡിയ ഉണ്ട്. കേൾക്കട്ടെ, അടുത്ത മണ്ടത്തരം. എടാ, ഇത് നിനക്കും കൂടി വേണ്ടിയിട്ടുള്ള കാര്യമാണ്, അല്ലാണ്ട് എനിക്ക് മാത്രം വേണ്ടിയിട്ടല്ല. നിന്റെ വേണ്ട, നീ ഇവിടെ പട്ടിപ്പണി എടുത്തോ. കേൾക്കട്ടെ എന്നാ സാറിൻ്റെ ഐഡിയ. സംഗതി വളരെ സിമ്പിളാണ്. നീ കൃഷ്ണ സാറിനെ വിളിക്കണം. വിളിച്ചിട്ട് എന്നിട്ട് പറയണം ജോലിക്ക് പുതിയ ആളെടുക്കണം. എന്നിട്ട് അപ്പോൾ പുള്ളി പറയും ജോലിക്ക് പുതിയ ആളെടുക്കാനൊന്നും പറ്റൂല എന്നുള്ളത്. അപ്പോഴോ? പുതിയ സ്റ്റാഫിനെ എടുത്തില്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യില്ല എന്ന് പറയണം. അത് മാത്രം പറഞ്ഞാൽ മതിയോ? അത് മാത്രം പോരാ, ജോലി ചെയ്യുകയില്ല, ആരെ കൊണ്ട് ജോലി ചെയ്യിക്കില്ല എന്ന് പറയണം. സമരം ചെയ്യണമെന്ന് അല്ലേ? വേണമെങ്കിൽ നിരാഹാര സമരമൊക്കെ ആവാം. അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അയാൾ പേടിക്കായിരിക്കും. പിന്നല്ലാതെ. അടി വെച്ചെന്നാണല്ലോ. എന്താടാ? എടാ, അത് തന്നെയാണ് എനിക്കും ചോദിക്കാറ്. നിനക്ക് എന്താണ് ഈ സമരത്തിനെ പേടിച്ചിട്ടാണ് ഇതുവരെ കേരളത്തിൽ നമ്മുടെ ഓഫീസ് തുറക്കാറുന്നത്? ഇതിപ്പോൾ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഒരു ഓഫീസ് തുറന്നപ്പോൾ അതിനൊക്കെ സമരം ചെയ്ത് പൂട്ടിക്കണം അല്ലേ? എടാ, അതിന് പൂട്ടിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 100 ദിവസം ഹൗസ്ഫുള്ളായിട്ട് ഓടുമല്ലോ കമ്പനി. എടാ, നീ ഒന്ന് സമാധാനപ്പെടും. നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എന്താണ് നിന്റെ അവസ്ഥയ്ക്ക് കുഴപ്പം? എടാ, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ആനയുടെ അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ആനയോ? എടാ, ദിവസം ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുന്ന ആന മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് എന്തായിരിക്കും? ആ അവസ്ഥ തന്നെ എൻ്റെതും. എടാ, നീ ഫിലോസഫിയൊക്കെ വിട്ട് ചില മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷകൾ സംസാരിക്കും. എടാ, നിനക്കറിയോ, ഞാനിവിടെ ഒരു വൈബ് പിടിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ ഓഫീസിൽ കുറച്ച് പെൺകുട്ടികളുള്ളപ്പോൾ എന്തായിരുന്നു ഒരു വൈബ്. ഒരു പെണ്ണ് പോകുമ്പോൾ എടുത്ത പെണ്ണ്. എത്ര ത്രില്ലടിച്ചിട്ടായിരുന്നു നമ്മളന്ന് പോയത്. ഒക്കെ പോട്ടെ, അവർ 2 പേരും കമ്പനി ഒഴിവാക്കി. ലാസ്റ്റ് വന്ന ശ്രീകുട്ടി, അവളോ 8ന്റെ പണിയിൽ അളിയാ തന്നത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ മുരടിച്ച് പോയി വിളിച്ചു. അല്ല, ഞാനെന്ത് വേണമെന്നാണ് നീ പറയണത്? എടാ, ഒരു പെണ്ണ്, ഒരേ ഒരു പെണ്ണ്. നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിട്ടുള്ളത്? നാട്ടിലും വീട്ടിലും വിലയൊന്നും ഇല്ലെങ്കിലേ സ്വന്തമായിട്ട് വില ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാൻ നിനക്ക് വേണ്ടി ഈ പണിയുടെ എടുക്കണം. ജോലി ചെയ്യാൻ ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ജോലി ചെയ്യാൻ തന്നെ അല്ലേ? പിന്നല്ലാതെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ കുറച്ചും കൂടി വ്യക്തമായിട്ട് സംസാരിക്കണം. നിനക്ക് എന്തായാലും കാര്യം മനസ്സിലായല്ലോ. നീ ആദ്യം ഒരു പെണ്ണിനെ സംഘടിപ്പിച്ചോളൂ. എന്റെ ദൈവമേ, ഇവൻ ഉറങ്ങിയോ? എടാ, നിനക്കിപ്പോൾ എന്താണ് വേണ്ടത്? എടാ, ജോലി ചെയ്യുമ്പോൾ ഒരു വൈബിന് വേണ്ടി ഒരു പെണ്ണ് തരും, ഒരേ ഒരു പെണ്ണ് തരും. ആണല്ലേ? ശരി. എടാ എടാ, നീ മറുപടി പറഞ്ഞില്ല. ഓ, ജാട തെണ്ടി. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാണുന്നത്? എടാ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? നീയല്ല പറഞ്ഞത്
പെൺകുട്ടികളില്ലെങ്കിലും ജോലി ചെയ്യാൻ ഒരു വൈബ് കിട്ടില്ലെന്ന്. ഇതിപ്പോൾ ഒന്നല്ല 2 പേരുണ്ട്, നല്ല വൈബ് അടിച്ച് പണിയെടുത്തോ. എടാ എന്നാലും നീ ഇതെങ്ങനെ? നീ 2 ദിവസം ഈ ഓഫീസിൻ്റെ പരിസരത്ത് പോലും വന്നിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കായിരുന്നു. അതാ പാവം കൃഷ്ണ സാറ് കണ്ട് അങ്ങേക്ക് മനസ്സിലായി. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഡൽഹിയിലേക്കും കൂടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹെഡ് ഓഫീസിലോട്ട് വിളിച്ച് 2 എണ്ണത്തിനെ ഇങ്ങോട്ട് പറഞ്ഞ് വിട്ട് രാവിലെ തന്നെ എത്തിയതാണ്. അങ്ങനെ ഞാൻ ഓഫീസിൽ വരാത്തതുകൊണ്ട് ഇങ്ങനെ 2 പ്രയോജനങ്ങൾ ഉണ്ടായില്ല. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, അത് കേൾക്കണം. എന്താണ് അലമ്പാക്കരുതെന്ന് പറഞ്ഞാൽ അത് ഏത് കേൾക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അലമ്പാക്കി ചളമാക്കി കുളമാക്കിയിട്ട് ഈ 2 പേരും ഇന്ന് തന്നെ ഓടിക്കരുത്. ഒരു മയത്തിലൊക്കെ വേണം. പറഞ്ഞത് നീ ആയതുകൊണ്ട് അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചോളാം. അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ 2 2 വഴിക്ക് പോകും കേട്ടല്ലോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി ശരി. ലേഡീസ് വെൽക്കം ബാക്ക്. എൻ്റെ പൊന്നു ദൈവമേ, നീ എല്ലാം നിൻ്റെ കയ്യിലാണ്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് വേണ്ടി ഇവൻ്റെ കൂട്ടത്തിൽ വല്ല കൂട്ടുപ്രതി ആവാതിരുന്നാൽ മതി. കാത്തോളേ. എന്നാലും പോയതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചു വരേണ്ടി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചു. ഞാനും. എന്നാലും സത്യത്തിൽ എന്തായിരിക്കും മാനേജ്മെന്റ് നമ്മളോട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ച് റീജോയിൻ ചെയ്യാൻ പറഞ്ഞതിന്റെ reason? ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചതാ. ഇവിടെ എംപ്ലോയ്മെന്റ് ഷോർട്ടേജ് ഉണ്ടെന്നും അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവുന്നവരെ നമ്മുടെ അടുത്ത് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഓക്കെ. ഇനി എങ്ങാനും നമ്മളെ പിടിച്ച് ലോക്കാക്കും ഇവിടെ? ഏയ് അതിനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷേ ഒന്നും പറഞ്ഞുകൂടാ. വെൽക്കം ബാക്ക് ലേഡീസ്. ഇത് ഇവനെയും കൂടി സെറ്റ്. ലേഡീസ് ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. ആരേ? അല്ല, നമ്മൾ രണ്ടുപേരില് ആരെയാ രാകേഷിന് കൂടുതൽ മിസ് ചെയ്തേ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ 2 പേരും ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. ഓ, അതിപ്പോ നമ്മൾ ഒരുമിച്ചിരുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലുമല്ല, നിങ്ങൾ 2 പേരും എൻ്റെ ഈ 2 കണ്ണുകൾ പോലെ. ആ കണ്ണുകൾ ആരും കുത്തി പൊട്ടിക്കാതിരിക്കട്ടെ. എന്താണ് എല്ലാം സെറ്റല്ലേ? ഓ, എല്ലാം സെറ്റാ. എന്താണ് അസൈൻമെന്റ് എന്ന് വല്ലതും കമ്പനിയിൽ നിന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കൃഷ്ണ സാറ് വരുന്നവരെ നമ്മളെ നിലവിലെ പെൻഡിങ് വർക്കുകളൊക്കെ തീർക്കാന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ കൃഷ്ണ സാറ് വന്നതിന് ശേഷം ബാക്കി പറയുമായിരിക്കും. ഞാനിവിടുത്തെ ലോഗ് രജിസ്റ്ററൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടുത്തെ ഒരു അപ്ഡേറ്റും അറിയിച്ചിട്ടില്ല. ഓ, അതിന് 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനില്ലാത്തതിൻ്റെ കുറവുകളൊക്കെ ഈ കമ്പനിയിൽ കാണുന്നുണ്ട് അല്ലേ മനു? അതിന് കമ്പനിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഇനി ഓൺലൈനായി മാത്രം സൂക്ഷിച്ചാൽ മതി എന്നാണ് കമ്പനിയുടെ തീരുമാനം. അതുകൊണ്ടാണ് സാർ അതൊന്നും കാണാത്തത്. അതൊക്കെ എപ്പോൾ സംഭവിച്ചു? അത് സാറ് 2 ദിവസം വന്നില്ലല്ലോ, ആ സമയത്ത് നടന്ന മാറ്റങ്ങളാണ് കേട്ടല്ലോ. പിന്നെ നമ്മൾ കഴിഞ്ഞ 1 മാസത്തെ ഫുൾ പെൻഡിങ് വർക്കുകൾ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. കുറേയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോദിച്ചാൽ മതി. എന്നാൽ നടക്കട്ടെ. ബൈ ദ വൈ, നമ്മൾ എന്തായാലും ഹലോ, ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം പോലെ പണി തന്നിട്ടാണ് ഇപ്പൊ മനു പോയിട്ടത്. അപ്പൊ നമുക്ക് പിന്നീട് സംസാരിക്കാം. ബൈ. ചായ വേണോ? എടാ, നീ ഒരു മറ്റേടത്തെ പരിപാടിയാണ് കേട്ടോ. ഞാനെന്ത് ചെയ്തടാ? എന്തായാലും നീ ആ പെമ്പിളാരെ മുന്നിൽ ഷോ ഒരുമാതിരി ആളെ കളിയാക്കുന്ന പോലെ. നീ ഒട്ടും മോശമൊന്നും ആയിരുന്നില്ലല്ലോ. നീ എനിക്കിട്ട് വെക്കാൻ നോക്കിയതല്ലേ? എടാ, അത് ഒരു തമാശയായിട്ട് പറഞ്ഞല്ലേ, നിനക്കത് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. എടാ, ഒന്നാമത് ആ പെമ്പിളേരെ മുന്നിൽ എനിക്കൊരു വിലയില്ല. അവർ ഞാനൊരു കോഴിയാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആ വിചാരം ശരിയല്ലേ? മതി മതി മതിയെങ്കിൽ മതി. ആ എടാളിയാ, എനിക്കൊരു ഹെൽപ്പ് വേണം. നടക്കില്ല. എടാ, അതിന് ഞാൻ ഹെൽപ്പ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നീ എന്താണേലും പറയാൻ പോണ ഹെൽപ്പ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. എന്റെ പൊന്നാളിയാ, ഞാൻ ആദ്യം പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ പാണി. എടാ, ഞാൻ ആ പെമ്പിളേരെ എടുത്ത് പറ്റുന്ന രീതിയിലൊക്കെ ചളി അടിച്ച് കമ്പനി അടിക്കാൻ നോക്കും. ഇപ്പോൾ സാഹചര്യം അനുസരിച്ചിട്ട് അവരെന്തായാലും എൻ്റെ അടുത്ത് കമ്പനി വിടാൻ ചാൻസ് കുറവാണ്.
നീ അതിൻ്റെ ഇടയിൽ കൂടെ കയറിങ്ങാണ്ട് നിന്റെ ഉള്ള വില കൂടി കളഞ്ഞു പൊളിക്കുക. അല്ലെങ്കിൽ നിന്റെ ഈ കോഴിത്തരത്തിനിടയിൽ കയറി വരുന്ന എനിക്ക് തീരെ താല്പര്യമില്ല. എടാ അവരിവിടെ വന്നിരിക്കുന്നത് ഈ നമ്മുടെ ഓഫീസിലുള്ള പെൻഡിങ് വർക്ക് മൊത്തം തീർക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? അതിൻ്റെ ഇടയിൽ കയറി നീ ഒന്നും ചൊറിയാതിരുന്നാൽ മതി. നാളെ കൃഷ്ണ സാർ എങ്ങാനും വന്ന് ഈ പെൻഡിങ് വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ തലയിൽ കയറും. കാരണമേ ഞാൻ പറഞ്ഞിട്ടാണ് ആ പെമ്പിള്ളേർ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്. എടാ അവർ പണി ചെയ്യുമ്പോഴല്ലേ ശല്യപ്പെടുത്താതിരിക്കേണ്ടുള്ളൂ. ആ അവർ ജോലി ചെയ്യാത്തപ്പോൾ ഈ കയറി മുട്ടാലോ. ആ അതിലൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? എന്തെങ്കിലും പരാതി പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്തോട്ട് വരുന്ന രീതിയിൽ നീ ഒന്നും ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും പരാതി പറഞ്ഞു വന്നാലേ നീ നൈസായിട്ടൊന്ന് കണ്ണടിച്ചേക്ക്. ആ ബെസ്റ്റ്. എടാ അപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ പെൺകുട്ടികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ ഒരു വുമൺ സെല്ല് തന്നെയുണ്ട്. എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഞാൻ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ആ വുമൺ സെല്ലിൽ പരാതി കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീയും വിടും, കൂട്ടുപ്രതിയായിട്ട് ഞാനും വിടും. എടാ നിനക്കൊരു പണി കിട്ടാതെ ഇരുന്നാൽ പോരെ, അത്രയല്ലേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ. അത് ഞാനേ എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് അത്രയും കേട്ടാൽ മതി. എന്നാലേ ഞാനിത് പണി തുടങ്ങട്ടെ. ഇവനെന്തായാലും ആ പണി ഒപ്പിക്കും, ഉറപ്പാ. ഇവിടെ ഒരു വൈബില്ല അല്ലേ? ശരിയാ, ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ എന്തോ ഒരു സ്റ്റാഫാ. അവിടെയൊക്കെ ആണെങ്കിലും നല്ല കോമ്പറ്റീഷൻ സ്പിരിറ്റും ഉണ്ട് അല്ലേ? അവിടുത്തെ പോലൊക്കെ ഒരു സെറ്റപ്പ് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ബോറായിരിക്കും. അല്ല, മാനേജ്മെന്റ് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ അതപേക്ഷിച്ച് നല്ല ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരല്ലേ. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ പേഴ്സണൽ സ്പേസിനെ മാനിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അതെ, കറക്റ്റാ. ഇപ്പം ഫോർ എക്സാമ്പിൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒട്ടാൻ വേണ്ടി തന്നെ വിചാരിച്ചോട്ടെ, ഇപ്പം നമ്മളൊരു നോ പറഞ്ഞാൽ ആ വിഷയം അതവിടെ കഴിയും. പിന്നെ ആരും നമ്മളെ ശല്യം ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഒരു രാകേഷിനെ കൊണ്ട് തന്നെ തലക്ക് സ്വൈര്യമില്ലാതിരിക്കും. അല്ല, പലതരം കോഴികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് വല്ലാത്തൊരു തരം കോഴിയാ. വല്ലാത്തല്ല, ഒരു മര്യാദ ഇല്ലാത്ത കോഴി എന്ന് വേണം പറയാം. ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. പിന്നെ അയാളെ ശല്യം ചെയ്യാൻ പോരുത്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. ആരെങ്കിലും അവനോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകെ നടന്ന് ശല്യം ചെയ്ത് അത് യെസ് ആക്കിക്കണം. അതാണല്ലോ രാകേഷിന്റെ ഒരു നിലപാട്. ഇനി എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് ഇവിടെ ഉണ്ടായ സ്ഥിതിക്ക് അവന്റെ നീക്കങ്ങൾ എന്തെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അതെ. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ രണ്ടുപേരുടെയും മനസ്സിൽ. എന്ത് ചെയ്യണമെന്നേ എനിക്കറിയാം. ഇനി എൻ്റെ അടുത്ത് നിന്ന് വരുന്ന നീക്കങ്ങൾ അപ്രതീക്ഷിതമായിരിക്കും. വെയിറ്റ് ആൻഡ് സീ.